ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഈ ഒരു പെരുന്നാളിലേക്ക് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു അറേബ്യൻ ബ്രെഡ് പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണാനായിട്ട് നോക്കുക. കാണുന്ന ടൈമിൽ ഇഷ്ടമാണെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഈ ഒരു പുഡിംഗ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു ബ്രെഡിൻ്റെ സൈഡ് വശമൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം. പിന്നെ ഇതിലേക്കുള്ള ബ്രെഡ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര എടുക്കട്ടെ. നമ്മൾ എടുക്കുന്ന പുഡിംഗ് ട്രേക്ക് അനുസരിച്ചിട്ട് വേണം ഇവിടെ ബ്രെഡ് എടുക്കാനായിട്ട്. അത്യാവശ്യം വലിയ ട്രേ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ബ്രെഡിൻ്റെ എണ്ണം കൂട്ടിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ എല്ലാ ബ്രെഡിൻ്റെയും സൈഡ് വശമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 സ്പൂണോളം കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പാലും കൂടി ചേർത്തിട്ട് ഈ ഒരു കസ്റ്റാർഡ് പൗഡറും പാലും കൂടി നല്ലതുപോലെ മിക്സാക്കി എടുക്കാം. അതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഒരു ഗ്ലാസ് അളവിൽ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. പാൽ മാത്രം തന്നെ ചേർത്ത് കൊടുക്കാനായിട്ട് നോക്കുക, വെള്ളം ഒട്ടും ചേർക്കരുത്. ഇതിലേക്ക് മധുരത്തിനായിട്ട് മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിനുള്ള മിൽക്ക് മെയ്ഡും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു മിൽക്ക് മെയ്ഡും കൂടി ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. ഈ ഒരു മിൽക്ക് മെയ്ഡും പിന്നെ ഒരു പാലും കൂടി നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഈ ഒരു പാലിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് വാനില എസൻസ് ഒരു തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പകരമായിട്ട് ഏലക്ക ചതച്ചത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ ഒരു കസ്റ്റാർഡിൻ്റെ ഒരു മിക്സ് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചെടുക്കാം. ഒഴിച്ചെടുത്തതിന് ശേഷം നല്ലോണം ഒന്നുകൂടി ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഗ്യാസ് ഓൺ ചെയ്ത് നമുക്ക് ഈ ഒരു പാലും അതുപോലെ ഈ ഒരു കസ്റ്റാർഡൊക്കെ കൂടി നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഈ ഒരു കസ്റ്റാർഡ് മിക്സും പാലും നല്ലോണം തിളപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ കസ്റ്റാർഡ് പൗഡർ എടുക്കുമ്പോൾ കുറച്ച് മാത്രം എടുക്കാനായിട്ട് നോക്കുക, ഒരുപാടൊന്നും എടുക്കരുത്. നമുക്കിത് ഒരുപാട് തിക്കായിട്ട് വേണ്ട, കുറച്ചൊരു ലൂസായിട്ട് തന്നെ നമുക്ക് ഈ ഒരു പാലിൻ്റെ മിക്സ് വേണ്ടത് കേട്ടോ. അപ്പോൾ കസ്റ്റാർഡ് പൗഡർ ഒരു 1-2 സ്പൂണ് മാത്രം മതിയാകും. നമുക്ക് ജസ്റ്റ് ആ ഒരു കസ്റ്റാർഡിൻ്റെ ആ ഒരു ടേസ്റ്റ് അല്ലെങ്കിൽ ഒരു ഫ്ലേവർ ഇതിലേക്ക് കിട്ടിയാൽ മതി. അപ്പോൾ അതിനനുസരിച്ച് ഇവിടെ കസ്റ്റാർഡ് പൗഡർ എടുത്താൽ മതി, ഒരുപാട് എടുക്കരുത്. അപ്പോൾ ഇവിടെ ഈ ഒരു പാലിൻ്റെ മിക്സ് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യാം. ഈ ഒരു സമയം നമുക്ക് പുഡിങ് സെറ്റ് ചെയ്യാനായിട്ടുള്ള പാത്രം റെഡിയാക്കി വെക്കാം. ഇനി ഈ ഒരു ട്രേയിലേക്ക് നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ച ആ ഒരു പാലിൻ്റെ മിക്സ് അതിൽ നിന്ന് കുറേശ്ശെ ഇതിലേക്ക് ഫസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കട്ടെ. നല്ല ചൂടോടെ തന്നെ ഒഴിച്ചെടുക്കാനായിട്ട് നോക്കുക, എങ്കിൽ മാത്രമേ ബ്രെഡ് നമ്മൾ അതിലേക്ക് വെക്കുമ്പോൾ ബ്രെഡൊക്കെ പെട്ടെന്ന് അലിഞ്ഞു പോകുള്ളൂ. അപ്പോൾ ചൂടോടെ തന്നെ ഇതിലേക്ക് ഒഴിച്ചെടുക്കാനായിട്ട് നോക്കുക. ഇനിയിപ്പോൾ ബ്രെഡ് ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ എടുക്കുന്ന ട്രേക്ക് അനുസരിച്ച് ബ്രെഡ് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് എങ്ങനെയാണ് എളുപ്പം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഞാൻ ഈ ഒരു രീതിക്ക് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഈ ഒരു ട്രേയിൽ തന്നെ ഒന്ന് റെഡിയാക്കി ലെവൽ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ഫസ്റ്റ് ലെയറായിട്ട് ബ്രെഡ് ഇതുപോലെ ഒന്ന് റെഡിയാക്കി വെക്കാം. അപ്പോൾ ബ്രെഡ് ഫുള്ളായിട്ട് ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ച ആ ഒരു പാലിൻ്റെ മിക്സ് ഇതുപോലെ ഒഴിച്ചെടുക്കുക കേട്ടോ. ബ്രെഡിൻ്റെ മുകളിൽ ഫുള്ളായിട്ട് ഒഴിച്ചെടുക്കണം, ഫുള്ളായിട്ട് കവർ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ഒഴിച്ചെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് ബദാം കട്ട് ചെയ്തൊന്നും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട്. ഇഷ്ടമുള്ള നട്ട്സ് ഇട്ടുകൊടുക്കട്ടെ. ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഫ്രഷ് ക്രീമാണ് കേട്ടോ. ഫ്രഷ് ക്രീമും പിന്നെ ഇത് ഫ്രഷ് ക്രീമും പിന്നെ അതിൽ കുറച്ച് മിൽക്ക് മെയ്ഡും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്രഷ് ക്രീം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് ഫ്രഷ് ക്രീമിൽ മധുരം ഉണ്ടാവില്ല. അപ്പോൾ അതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് മധുരം പാകാക്കി എടുക്കട്ടെ. അപ്പോൾ അത് രണ്ടും കൂടി മിക്സാക്കി എടുത്തതാണ്. ഇനിയിപ്പോൾ ഈ ഒരു ഫ്രഷ് ക്രീം നമുക്കത് അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് ഒഴിച്ചെടുക്കാം.
ഇനിയിപ്പോൾ ഫ്രഷ് ക്രീം ഇല്ലാന്നുണ്ടെങ്കിൽ ഐസ്ക്രീമും ഇതുപോലെ ആക്കിയെടുക്കാം കേട്ടോ. ഐസ്ക്രീം വാനില ഐസ്ക്രീം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ തണുപ്പൊക്കെ പോയതിന് ശേഷം ജസ്റ്റ് ഒന്ന് ലൂസായി വരുമല്ലോ. അങ്ങനെ വരുമ്പോൾ അതാ ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചെടുത്താലും മതി. അപ്പോൾ ഫ്രഷ് ക്രീം ഇല്ലെങ്കിൽ മാത്രം അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇതാ നമുക്ക് സെക്കൻഡ് ലെയറും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കാം. ബ്രെഡ് കൊണ്ട് ഞാൻ വീണ്ടും ഒരു ലെയറും കൂടി ഇതാ ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇനി വീണ്ടും നമ്മൾ ഇപ്പോൾ ചെയ്തെടുത്ത ആ ഒരു സ്റ്റെപ്പ് തന്നെ റിപ്പീറ്റ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ അതാ അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും ഞാൻ ആ ഒരു പാലിൻ്റെ മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പാലിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും ആ ഒരു ഫ്രഷ് ക്രീമും ബാക്കിയുള്ളത് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇങ്ങനെ നിങ്ങൾക്ക് എത്ര ലെയറും വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. നമ്മളെടുക്കുന്ന പുഡിംഗ് ട്രേ അത്യാവശ്യം കുഴിയുള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലെയർ കൂട്ടി ആക്കിയെടുക്കുക കേട്ടോ. ഒരു 3 ലെയറൊക്കെ ആക്കി ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ 2 ലെയർ ആക്കിയിട്ടാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് ബാക്കിയുള്ള ആ ഒരു ഫ്രഷ് ക്രീമും കൂടി ഫുള്ളായിട്ട് ഇതിൻ്റെ മുകളിൽ ഒഴിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള നട്ട്സും കൂടി അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പുഡിംഗ് ഇതാ ഇനി നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് നല്ലോണം തണുപ്പിച്ചതിന് ശേഷം എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം ഒരു മണിക്കൂറോളം ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് ജസ്റ്റ് ഒന്നിങ്ങനെ തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇത് നല്ലോണം തണുപ്പിച്ച് കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇപ്പോൾ നമ്മൾ ചൂടോടെ തന്നെ ആ ഒരു പാലൊക്കെ ഒഴിച്ചുകൊണ്ട് തന്നെ ബ്രെഡൊക്കെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇതിൽ അലിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി പുഡിങ്ങാണ്. അപ്പോൾ വീട്ടിൽ ഗസ്റ്റ് വരുന്ന സമയത്തോ അല്ലാന്നുണ്ടെങ്കിൽ പാർട്ടിയൊക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു പുഡിങ് കൂടിയാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനൊന്നും മറക്കരുത്. അപ്പോൾ ഈ ഒരു റെസിപ്പി ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിന് എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. റെസിപ്പി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓളുന്ന ഓപ്ഷനും കൂടി കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്